ചേട്ടനിപ്പ എന്തിന്റെ പരിഹാരം കാണണ്ടേ? ചേട്ടനോ? ദേടാ ചേട്ടാന്ന്. ഇന്നു മുതൽ ഞാനൊരു ചേട്ടനായത്. പേര് വിളിച്ചാൽ മതി. പ്രായത്തിന് മൂത്തവരെ ചേട്ടാന്ന് വിളിക്കാനാ ഞങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്. 8ലും 9ലും ഒക്കെ 2 കൊല്ലം വീതം പഠിച്ചിട്ടാ ചേട്ടൻ ഈ സ്കൂളിൽ എത്തിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഡി നമ്മള് പോവാ കേട്ടോ. ആ ഞങ്ങളും വരുന്നുണ്ട്. എന്തു പറ്റി? അവളുമാര് ചേട്ടാന്ന് വിളിച്ചതിന്റെ പൊരിക്കുന്നുണ്ടല്ലോ. അപ്പൊ നീയാണല്ലേ എന്റെ ബയോഡാറ്റ അവളുമാർ കൊടുത്തത്? അതെ, അതിനെന്താ തെറ്റ്? ഇതുവരെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് നീ കാരണം എനിക്കത് പറയേണ്ടി വന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു? ഇവ മൊബൈൽ ഫോൺ കൊണ്ടുവന്നത് നീ പ്രിൻസിപ്പളിനോട് പറഞ്ഞില്ലേ? അതെന്റെ ടാബ് പിടിച്ചിട്ടല്ലേ? അന്ന് നീ എന്നെ ഒറ്റയില്ലേ? ഇത് അതിനുള്ള റിവഞ്ചായിട്ട് കൂട്ടിയാ മതി. മാറടാ. മൂപ്പാന്നാ? നിന്നെ എന്തിനാടാ മൂപ്പാന്ന് വിളിക്കണേ? തോറ്റോറ്റി കിടന്നിട്ടാ? അപ്പൊ ഈ കിങ്ങിണിയോ? അതെന്റെ അച്ഛന്റെ വട്ടപ്പേരാടാ. അച്ചു ചേച്ചി, എനിക്ക് വണ്ടർലായിൽ പോകാൻ കൊതിയാ. ഒന്ന് വീട്ടിൽ പറയൂ പ്ലീസ്. ലക്ഷ്മിയും സച്ചും ഒക്കെ ഈ വെക്കേഷനും പോവും എന്ന് ശ്രീകുട്ടി. അപ്പുറത്തെ കിച്ചുവിന്റെ കൂടെ കളിക്കാൻ 2 അനിയത്തിമാരുണ്ട്. എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒരനിയനെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ സാറ? അവളോ? കണക്ക് സാറിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടാൻ എന്തേലും ചെയ്യാൻ പറ്റുമോ? കുഞ്ഞുണ്ണി അങ്കിൾ പാവ. ഞങ്ങളെ കുഞ്ഞുണ്ണി അങ്കിൾ കണക്ക് പഠിപ്പിച്ചാ മതി. കുഞ്ഞുണ്ണി അങ്കിളിന് പ്രൊമോഷന് ചാൻസ് ഉണ്ട്. റെക്കമെൻഡേഷൻ ലെറ്ററും ഉണ്ട്. ശരി ശരി, തീർന്നിട്ടില്ല, അടുത്തോടെ വായിക്ക്. അച്ചു, ക്ലാസ്സിലിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബോറാ. ബോറടി മാറ്റാൻ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി ഇരുത്താൻ പറ്റുമോ? എങ്കിൽ വലിയ ഉപകാരമായിരിക്കും. പഠിക്കാനുള്ള മോഹം കൊണ്ടാ. സ്കൂള് വിടട്ടെ, നമുക്കാദ്യം ആ കൊച്ചി കാന്താരിയെ പോയി കാണാം. ഇത് പണിയാവും. ധന്യ ഇപ്പൊ ഏത് കോളേജിലാ ടീച്ചറെ? വിമൻസിലാ. ഓ, നിങ്ങളെ ചോദിച്ചതായിട്ട് പറയാൻ പറഞ്ഞു. ശരത് സാറിനെ ഒന്ന് കാണണം, അതാ വന്നത്. വരട്ടെ, പോവാം. ധന്യയുടെ ചേച്ചിയെ പോലുണ്ടല്ലേ? ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ആ നിക്ക് 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 നിക്ക്. സാറേ അമ്മോക്കെ എവിടെ? ദേ അവിടെ ഉണ്ട്. എന്തൊക്കെയാ നിങ്ങളെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്? ടീച്ചർ പറഞ്ഞല്ലോ എന്ത് വിഷമം ഉണ്ടല്ലോ എഴുതണോന്ന്. അതുകൊണ്ടാണ് ഇതൊക്കെ എഴുതിയത്. ദേ നോക്ക്, ചിന്നുവച്ചിയുടെ കാര്യം അറിയാലോ. അതാ ഇങ്ങനൊരു ഡയറി കൊണ്ടുവരാൻ തന്നെ കാരണം. ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും പഠിക്കാൻ പറ്റാത്ത കാരണങ്ങളും ഒക്കെ എഴുതാലോ. എന്നാ പിന്നെ എന്റെ അച്ഛന്റെ കുടി കൂടി ഒന്ന് മാറ്റി തരാവോ? എന്നും കുടിച്ചിട്ട് വന്നിട്ട് എന്നെ അമ്മയും തല്ലും. എന്റെ പപ്പയും കുടിക്കും. നിങ്ങൾ ചെല്ല്, നമുക്ക് നോക്കാം. ഇത് വേണ്ടിയിരുന്നില്ലെന്നാ ഇപ്പൊ തോന്നണേ. അറിവില്ലായ്മ കൊണ്ടല്ലേ, ഒക്കെ ശരിയാവും, നോക്കാലോ. അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന്. ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നടക്കോ? നടക്കണം. വാടാ. ശരിക്കും സ്കൂൾ ഡയറി പണിയായല്ലേ ചേച്ചി? എന്ത് പണി? അല്ല, പിള്ളേരൊക്കെ ഏതാണ്ട് എഴുതിന്ന് കേട്ടു, അതാ ചോദിച്ചേ. എഴുതാനാണല്ലോ ഡയറി. നിന്നോട് ആര് പറഞ്ഞു? ഞാൻ അറിഞ്ഞതാ. നിനക്കവിടെ CID പണിയാണോ? ഒന്ന് പോയി ചേച്ചി. കഴിഞ്ഞില്ലേ മക്കളെ? വേണ്ട, ഞാൻ കൊണ്ടുവരാം. അമ്മ ചെല്ല്. അകത്തൊരു തുള്ളി വെള്ളമില്ല. അതിന് ഞങ്ങളില്ലേ ഇവിടെ. വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടറല്ലേ അമ്മയോട് പറഞ്ഞേ? 3 മാസം കഴിഞ്ഞില്ലേ മക്കളെ? ഇനിയിപ്പൊ സാരമില്ല. 3 മാസം കഴിഞ്ഞ് വെയിറ്റ് എടുക്കാൻ ഡോക്ടർ അമ്മയോട് പറഞ്ഞോ? എന്താ അമ്മേ, ഇത് നിസ്സാര സർജറി ആണോ? ചിരിക്കല്ലേ. ദേ, ഞങ്ങൾ 2 പെൺകുട്ടികളാ. പറക്കമുറ്റും വരെ അമ്മയുടെ ചിറക് തന്നെ വേണം. അപ്പോ അത് കഴിഞ്ഞാ വേണ്ടേ? നല്ല തമാശ. എന്റെ അമ്മയെ പറയുന്നൊന്ന് കേക്ക്. ശരി, എടുക്കുന്നില്ല. പോരെ. അമ്മ ഇപ്പൊ കടയിലോട്ട് ചെല്ല്. കൊച്ചൂട്ട മാത്രല്ലേ ഉള്ളൂ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു.
ആ ഇനി നീ പോയിരുന്നു പഠിക്ക്. നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതല്ലേ? ഞാൻ പഠിച്ചു ചേച്ചി. ആ ഞാൻ കണ്ടു. അതുകൊണ്ടാ പറഞ്ഞേ, പോയിരുന്നു പഠിക്ക്. കുറുമ്പി. ഇനിയുള്ള ദിവസങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നത്. ഓരോ ക്ലാസ്സും ശ്രദ്ധയോടെ പഠിച്ചാലേ +2 എന്ന ഈ കടമ്പ നിങ്ങൾ കടക്കാൻ പറ്റൂ. എങ്ങനെയെങ്കിലും പാസ്സായാൽ മതി എന്ന ചിന്ത ആർക്കും ഉണ്ടാകാൻ പാടില്ല. നന്നായി പഠിക്കാൻ നിങ്ങൾ ഓരോരുത്തരും സ്വയം തീരുമാനിച്ചാൽ മതി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും ടീച്ചേഴ്സ് തയ്യാറാണ്. നിമിഷയും നയനയും ഇവിടെ വരൂ. ആ ബുക്ക് കൂടി എടുത്തോളൂ. ഇങ്ങോട്ട് നിൽക്കൂ. സുരേഷും പൈസയും ആ ബുക്ക് എടുത്തു വാ. ഇവിടെ വന്ന് നിൽക്ക്. നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിരുന്നു. ഇതാ അവിടെ ഒരാളും അവിടെ ഒരാളും പോയിരുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലേ ചെന്നിരിക്കെ. ഇതാ ഒരാൾ അവിടെയും ഒരാൾ ഇവിടെയും. ചെല്ലേ പോയിരുന്നു. ചെല്ലേ. നോക്കിയാ കണ്ണൂത്തി പിടിക്കും. നേരെ ഇരുന്നോ. ഒരുമിച്ചിരുന്നാലേ പഠിക്കാൻ പറ്റുമല്ലേ. കൺട്രോൾ പോകല്ലേ. ശരിയാക്കി തരാം. പണി കിട്ടിയല്ലേ? നിങ്ങൾ അവിടെ പോയിരുന്നു. വിനോദേ അല്പം മാറിയിരിക്കെ. ശ്യാം ഒന്ന് നീങ്ങിയിരിക്കെ. ഈ കുട്ടി അവിടെ ഇരിക്കട്ടെ. ഇനി ഇതേപോലെ ആർക്കെങ്കിലും പഠിക്കാനുള്ള സൗകര്യം വേണമെങ്കിൽ പറയണം. കേട്ടല്ലോ. നിങ്ങൾ കാണുമായിരുന്നു നമ്മുടെ മൂപ്പന്റെ പൈസയുടെ മുഖം. ഈ ഇഞ്ചിയും കാന്താരി മുളക് ഒരുമിച്ച് കടിച്ച പോലെ. ഇതുപോലൊക്കെ തന്നെയായിരുന്നു നമ്മുടെ അനീഷും വിനോദും. അതെ അതെ, വിനോദ് കരഞ്ഞില്ലേ ഉള്ളൂ. നമുക്ക് ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. ഇത്രയ്ക്ക് നാറ്റിക്കാൻ ഞങ്ങൾ എന്ത് തെറ്റ ചെയ്ത്? എന്ത് നാട്ടിച്ചൂന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ലേ? ഞങ്ങളൊരു തമാശയ്ക്ക് വേണ്ടി എഴുതിയല്ലേ നിങ്ങൾ? ഞങ്ങളത് കാര്യമായിട്ടാ എടുത്തേ. എന്നാലും ഇതൊരു വല്ലാത്ത പണിയായി പോയി. ഇതൊന്നും പറ്റൂല. പറ്റൂലേ? എന്ത്? ഒരുമിച്ചുള്ള പഠിത്തം അത് ശരിയാവില്ല. അതെന്താ, ഒറ്റ ക്ലാസ് കൊണ്ട് മതിയായോ? ഞങ്ങൾക്ക് മതിയായി. പ്ലീസ് ഡി ഒന്ന് സോൾവ് ചെയ്താ. അപ്പൊ ചേട്ടനോ? എനിക്കും പ്ലീസ് ഡാ. അപ്പൊ തോറ്റല്ലേ? എന്നാ ഓക്കെ, നമ്മള് സാറിനോട് പറയാം. താങ്ക്സ് ഡി. വാടാ. ഒന്ന് നിന്നേ. നിങ്ങളൊരു തമാശ ചെയ്തു, അതുപോലെ ഞങ്ങളും. ഇതിവിടെ തീർന്നു. ഈ സ്കൂളിൽ നമ്മുടെ അവസാനത്തെ വർഷം ഇത്. ഈ സ്കൂളിന് വേണ്ടി നമുക്ക് പലതും ചെയ്യാനുണ്ട്. നിങ്ങൾ ഒപ്പം ഉണ്ടാവണം. ഉണ്ടാവും. ഓക്കെ ഓക്കെ. 1 for all, all for one. പിള്ളേരൊക്കെ നന്നായിട്ട് പഠിച്ച് നമ്മൾ രക്ഷപ്പെടുമായിരുന്നു. ഈ ഓട്ടോയൊക്കെ ഒതുക്കി വെച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കുകയായിരുന്നു. ഓരോ ആഗ്രഹങ്ങളല്ല എന്താ. എന്നാ ശരി. ഇതാരും കുര്യച്ചനോ? കുഞ്ഞിനോട് വാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം. കുര്യച്ചനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അതിന് കുഞ്ഞിനേട്ടനെയല്ലേ കാണാനില്ലാത്ത. സ്കൂൾ കഴിഞ്ഞാൽ വീട്, വീട് കഴിഞ്ഞാൽ സ്കൂള്, പിന്നെ വല്ലപ്പോഴേക്കും ഇങ്ങനെ പോകുന്നതാണ്. അതും നടന്ന് ഒക്കെ ഒരു ശീലമായി പോയി കുര്യച്ച. ഇനി ഒരു 2 കൊല്ലം കൂടി, അത് കഴിയുമ്പം വീട്ടിലിരിക്കാം ഒറ്റയ്ക്ക്. അത് ഓർക്കുമ്പോഴാ. ഏയ്, അത് അപ്പോഴത്തെ കാര്യമല്ലേ. അതൊക്കെ ചിന്തിച്ച് ഇന്നേ തലപുണ്ണാക്കണോ? പറഞ്ഞു എന്നേ ഉള്ളൂ. 30 കൊല്ലത്തെ ജീവിതമായത്. അതൊക്കെ വലിയ ഭാഗ്യമല്ലേ. അതോട്ടെ, എൻ്റെ മോളും കൂട്ടുകാരികളൊക്കെ എങ്ങനെയുണ്ട്? വീട്ടിൽ വന്ന് ഏതാണ്ടൊക്കെ പറയുന്നേക്കാം. അവർ മിടിക്കലാ കുര്യച്ച. നമ്മുടെ കാലമൊന്നുമല്ല, നാളത്തേക്ക് വേണ്ടി അവർ ചിന്തിക്കണേ. ശരിക്കും ഇതുപോലുള്ള മക്കളെയാ നാടിനാവശ്യം. എൻ്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെയൊക്കെ വരേണ്ടിയിരുന്നതാ. പോട്ടെ. കുഞ്ഞുണ്ണിയേട്ടാ, അയ്യോ ഇതെന്തു പറ്റി? വിളിച്ചിട്ട് നിൽക്കാതെ പോകുന്നു. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കായിരുന്നു. പെട്ടെന്നാണ് മോളെക്കുറിച്ച് ഓർത്തത്. അതിന് കുഞ്ഞുണ്ണിയേട്ടൻ്റെ മരണം വരെ മറക്കാൻ പറ്റൂ? കൺമുമ്പിലല്ലേ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടത്. ഇത്രയ്ക്ക് സാധുവായ മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ശരിയാ. ശമ്പളത്തിന്റെ 3/4 കൊടുക്കുന്നത് നാട്ടുകാർക്കാ. ഞാൻ പോട്ടെടാ, ഓട്ടോ ഉണ്ട്. പ്രിൻസിപ്പൾ ഇപ്പോൾ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ആരോരും അറിയാണ്ട് കിടന്ന ചെറുകുന്ന സ്കൂള് ഇപ്പം ലോകം അറിഞ്ഞില്ലേ? അതിന്റെ ക്രെഡിറ്റ് അച്ചുവിനല്ലേ.
അത് ശരിയാ. ആ പിന്നെ സെൻട്രൽ സ്കൂളിലെ പ്രസാദ് വിളിച്ചിരുന്നു. അവിടുത്തെ കുട്ടികൾക്കും സ്കൂൾ ഡയറി വേണമെന്ന്. ആഹാ, അതൊരു നല്ല കാര്യമല്ലേ? പറയത്തക്ക പരാതികളോ ആവശ്യങ്ങളോ ഒന്നും തന്നെ ആരും ആ ഡയറിയിൽ എഴുതിയിട്ടില്ലെങ്കിലും മറ്റുള്ള സ്കൂളുകൾക്കും അതൊരു മാതൃകയായില്ലേ? തുടക്കമല്ലേ, നോക്കിക്കോ, ഭാവിയിൽ അത് അവർക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് ഉറപ്പാ. അതെ അതെ. ആ വെള്ളം കുടി. ദാ. ലാലുവിന് കൊടുക്ക്. പിടിക്ക്. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നവംബർ 1 ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ. അടിപൊളി. ചെലവുണ്ട് കേട്ടാ. താങ്ക്സ് അളിയാ. ആഹാ, അപ്പൊ നമുക്കൊന്നും ഇല്ലേ? ഇന്നത്തെ ഡിന്നർ ഇവിടെയാ. എല്ലാവരും വന്നേക്കണം. അല്ല പിന്നെ. എപ്പോ വന്നെന്ന് ചോദിച്ചാ മതി. അടിപൊളി. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞാനും വരുന്നു. അച്ഛൻ്റെ കൂടെ പോ, ഞാൻ വേറെ വഴിക്കാം. എന്നെ കൂടെ കൊണ്ടുവിട്ടിട്ട് പോ. ഒന്ന് വിട്ടിട്ട് പോടാ, എനിക്കിന്ന് 100 കൂട്ടം ജോലിയുള്ളതാ. എന്നാ കേറ് കേറ്. പതുക്കെ പോണേടാ. എന്നാ പിന്നെ അമ്മ കൊണ്ടുപോകും. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എന്ത് കോലാടിയത്? ഈ നാട്ടിൽ ബാർബർ ഷോപ്പ് ഒന്നും ഇല്ലേ? ഇതൊക്കെ തന്നെയാ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈല്. ആഹാ, അവന് പറ്റിയൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഈ കറക്കമൊക്കെ അങ്ങ് നിന്നേനെ. പഠിപ്പിനുള്ള ജോലി കിട്ടുമ്പോ കിട്ടും. അതും പ്രതീക്ഷിച്ചേ നല്ല സമയം പാഴാക്കാതിരുന്ന അവന് കൊള്ളാം. അവൻ പോകാഞ്ഞിട്ടാണോ? കിട്ടാഞ്ഞിട്ടല്ലേ? തിരക്കി കണ്ടെത്തണം. 100 കൂട്ടം ജോലികളാ ചുറ്റിനുള്ളത്. ഇന്നത്തെ കാലത്ത് അവനവനും കൂടെ വിചാരിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് കൊള്ളാം. പറ്റിയ പാർട്ടികളാ പറയണത്. സ്കൂള് പോലും കണ്ടിട്ടില്ല. അത് എന്റെ കുറ്റം കൊണ്ടല്ല. പിന്നാലെ നടന്ന് പഠിക്കാൻ സമ്മതിക്കാതെ ഇപ്പൊ കുറ്റം പറയുന്നോ? അതാണ് എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധം. അച്ചു. ഹലോ. എന്തുവാടേ, നാണമില്ലല്ലോ സ്കൂളിന് മുന്നിൽ നിന്ന് മാറ്റാൻ. അപ്പൊ നീ പോണതോ? അത് കോളേജല്ലേ. കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പോയ പിള്ളേർ തന്നെയാ കോളേജിൽ ഉള്ളത്. ഇന്നത്തെ കുട്ടികളാ നാളത്തെ പൗരന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? ആണോ? എന്നാ നീ അച്ചുവിനെ വിട്ടുപിടിക്കുന്നത്? അത് ഞാൻ നോക്കിക്കോളാം. നോക്കിക്കോ. വേണമെങ്കിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിനക്കൊരു ഉപദേശം തരാം. എന്താ? കേക്കട്ടെ. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിവുള്ള പിള്ളേരെ പുറകെ നടക്കരുത്. മനസ്സിലായില്ല. വെറുതെ സമയം കളഞ്ഞു എന്ന് പിന്നെ ഇരുന്ന് ചിന്തിക്കേണ്ടി വരും. അനുഭവം കൊണ്ട് പറഞ്ഞതാ.